ഹായ് വെൽ നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ വ്യൂസ് ആണ് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഇതൊരു പ്യൂർലി എഡ്യൂക്കേഷൻ പർപ്പസ് ആണ്. അപ്പം ഇപ്പൊ നമ്മൾ കാണുന്നത് നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസിന്റെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ട് ആണ്. അപ്പം ഞാൻ നേരെ നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിലേക്ക് പോവാണ്. നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഫ്യൂച്ചറിന്റെ ലെവൽസും അതുപോലെ തന്നെ നമ്മുടെ സ്പോട്ട് പ്രൈസിനെ ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ സ്പോട്ട് പ്രൈസിന്റെ ലെവൽസും ട്രേഡ് സെറ്റപ്പുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസം നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയില്ല. അതിനു മുമ്പ് നമ്മൾ പറയുന്ന ലെവൽസ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിഫ്റ്റിയിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ന് അതുപോലെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഗ്രൂപ്പിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ക്ലിയർ ആയിട്ട് നല്ല രണ്ട് സൈഡിലും നമുക്ക് റിവേഴ്സൽ പാറ്റേൺ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഇവിടെ ഡേ ലോയിൽ ഇവിടെ ഒരു ഇനിഷ്യൽ ബാലൻസ് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇവിടെ ഒരു എന്താണ് ഓപ്ഷൻ ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ ഒരു സെറ്റപ്പിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഏകദേശം 100 പോയിന്റ് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. എഗെയിൻ മാർക്കറ്റ് ഇത് ഡേ ഹൈയിൽ വന്ന് അവിടെ നിന്നും എഗെയിൻ എന്താണ് മാർക്കറ്റിൽ ഒരു ഓപ്ഷൻ ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ട്. എഗെയിൻ നമുക്കൊരു 100 പോയിന്റ് അബോവ് നമുക്ക് ടാർഗറ്റ് താഴേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതുപോലെ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈലിൽ നമുക്ക് എല്ലാ ദിവസവും മാർക്കറ്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ തന്നെ മാർക്കറ്റ് എവിടെയാണ് ബയേഴ്സ് ട്രാപ്പ് ആവുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് സെല്ലേഴ്സ് ട്രാപ്പ് ആവുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ഓപ്ഷൻ ഫെയിൽ ആവുന്നത്, ഇങ്ങനെയുള്ള കുറെ ഇൻഫർമേഷൻസ് നമുക്ക് നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട്സിൽ അതിൽ നമുക്ക് റീഡ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രേഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ക്ലാരിറ്റി ഒക്കെ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോയുടെ ഒരു മെന്റർഷിപ്പ് ഒരു പുതിയൊരു ബാച്ച്, മെന്റർഷിപ്പ് പ്രോഗ്രാമിന്റെ പുതിയൊരു ബാച്ച് നമ്മൾ അടുത്ത ആഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാനാണ്. ഞാൻ നേരെ നിഫ്റ്റിയുടെ അനാലിസിലേക്ക് പോവാണ്. അപ്പം ഡയറക്റ്റാണ് ഞാൻ നേരെ സ്പോട്ട് പ്രൈസിന്റെ ചാർട്ടിലേക്ക് പോവാണ്. നാളത്തേക്ക് അപ് സൈഡിലേക്ക് ഞാൻ നോക്കുന്നത് ഈ ഒരു ഏരിയന്റെ മുകളിലാണ്. അതായത് 24,000 മുകളിലാണ് ഞാൻ നാളെ ഒരു ലോങ് എൻട്രി കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഈ ഒരു റേഞ്ച് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. ഇവിടെ ഞാൻ 23,970 മുതൽ 24,000 വരെയുള്ള ഏരിയ എന്താണ് ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ 23,820 മുതൽ 23,800 വരെയുള്ള ആ ഒരു ഏരിയ എന്താണ് ഒരു സപ്പോർട്ട് സോണായിട്ട് ഞാൻ മാർക്ക് ചെയ്തു. അപ്പൊ നാളത്തെ നമുക്ക് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് ഒക്കെ ആണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിന്റെ മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ 24,000 ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 160 പോയിന്റ് ആണ്. അതായത് 16167 നമ്മുടെ ടാർഗറ്റ്. ഇതൊരു ഫസ്റ്റ് റെസിസ്റ്റൻസ് ആണ്. അതുപോലെ അഗെയിൻ മാർക്കറ്റിലെ ഒരു ബുള്ളിഷ്നെസ് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു 24,300ലേക്കും അതിനു മുമ്പ് ഇവിടെ ചെറിയൊരു ഏരിയ ഉണ്ട് 24,240 ലെവലോട് നിങ്ങൾ കൺസിഡർ ചെയ്യണം. അതുപോലെ ഇതൊരു റെസിസ്റ്റൻസ് ആണ്. 24,300 ലെവല് ഒരു റെസിസ്റ്റൻസ് ആണ്. അപ്പൊ അതൊരു ടാർഗറ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി മാർക്കറ്റ് അതിന്റെ മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് 24,300 മുതൽ ഒരു 335 337 ആ ഒരു ഏരിയ 340 ആ ഒരു ഏരിയ ഞാൻ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുകളിൽ മാർക്കറ്റ് ഈ അടുത്ത ദിവസങ്ങളിൽ എന്തെങ്കിലും ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഗൈൻ ഒരു 450 വരെ നമുക്ക് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ 500 വരെ പോകാനുള്ള പോസിബിലിറ്റി വളരെ ഹൈ ആണ്. അപ്പൊ അതുപോലെ നാളത്തേക്ക് ഡൗൺ സൈഡിലേക്ക് ഞാൻ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിന്റെ താഴെയാണ്, ഈ ഇന്ന് ക്രിയേറ്റ് ചെയ്ത ലോയിന്റെ താഴെ, അതായത് 23,800 താഴെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് നെക്സ്റ്റ് ഒരു ലെവൽ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 23,580 ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അതിനിടയിൽ നമുക്ക് വേറെ ലെവൽസും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാം. നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഏരിയയാണ്, കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പം അത്യാവശ്യം പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടവർക്ക് ബുക്ക് ചെയ്യാം. 23,800 എന്ന് മാർക്കറ്റ് ഒരു 23,580 23,600 ലെവലിലേക്ക് ഒരു 200 പോയിന്റ് മാർക്ക് താഴേക്ക് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെയും ഒരു സപ്പോർട്ട് സോൺ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് 23,580 മുതൽ 23,560 വരെയുള്ള ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡൗണിലെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് സപ്പോർട്ട് ലെവൽ, നെക്സ്റ്റ് ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 23,466 മുതൽ 23,440 ലെവൽ. ഇത്രയും നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ചാർട്ടിൽ മാർക്ക് ചെയ്യാം. അപ്പൊ അതുപോലെ ഞാൻ നേരെ നിഫ്റ്റിയുടെ ഫ്യൂച്ചറിന്റെ ചാർട്ടിലേക്ക് പോവാണ്. അപ്പം നമ്മൾ എല്ലാ ദിവസവും പറയുന്ന പോലെ നമുക്ക് നിഫ്റ്റിയുടെ വാല്യൂ ഏരിയ ഹൈയും വാല്യൂ ഏരിയ ലോയും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പം നാളത്തേക്കുള്ള ഇത് ഫ്യൂച്ചറിന്റെ ചാർട്ടാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വാല്യൂ ഏരിയ ഹൈ എന്ന് പറയുന്നത്
ഈ ഒരു ലെവലാണ്. അതായത് 23,000, 24,000 ആണ് നിഫ്റ്റിയുടെ വാല്യൂ ഏരിയ ഹൈ. ഇത് സ്പോട്ട് പ്രൈസ് അല്ല, ഫ്യൂച്ചറിന്റെ ചാർട്ടാണ്. അതുപോലെ തന്നെ 23,900 ലെവലാണ് നിഫ്റ്റിയുടെ വാല്യൂ ഏരിയ ലോ എന്ന് പറയുന്നത്. അപ്പം നിഫ്റ്റി ഒരുപക്ഷെ എന്താണ് ഈ ഒരു വാല്യൂ ഏരിയന്റെ മുകളിൽ ഓപ്പൺ ചെയ്ത് ആദ്യത്തെ ഒരു 1 അവറിന്റെ ഡയറക്ഷൻ, മാർക്കറ്റിന്റെ ഡയറക്ഷൻ മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ബുള്ളിഷ് സൈഡിലേക്ക്, അല്ലെങ്കിൽ മാർക്കറ്റിന് ബുള്ളിഷ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ എന്താണ് മാർക്കറ്റ് ഈ ഒരു വാല്യൂ ഏരിയന്റെ താഴെയാണ് നാളത്തെ മാർക്കറ്റിന്റെ ഓപ്പൺ. അതായത് നിങ്ങൾ ഫ്യൂച്ചറിന്റെ ഓപ്പണിംഗ് ആണ് നോക്കേണ്ടത്. ഫ്യൂച്ചറിന്റെ ഓപ്പണിംഗ് വാല്യൂ ഏരിയൻ ലോയിന്റെ താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു ഡൗൺ സൈഡിലേക്കുള്ള ഒരു ട്രെൻഡിങ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അത് നമ്മൾ കൺഫേം ചെയ്യുന്നപ്പോഴാണ് മാർക്കറ്റിന്റെ ആദ്യത്തെ ഒരു 1 അവറിന്റെ നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡേഴ്സ് ആ ഒരു ANB പീരീഡ് നോക്കിയിട്ടാണ് നമ്മൾ കൺഫേം ചെയ്യുന്നത്. അപ്പം നിങ്ങൾ പ്രൈസ് ആക്ഷൻ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ആദ്യത്തെ ഒരു 1 അവറിന്റെ ഡയറക്ഷൻ, മാർക്കറ്റിന്റെ ഡയറക്ഷൻ താഴെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് ഒരു എൻട്രി, അല്ലെങ്കിൽ ഡൗൺ സൈഡിലേക്കുള്ള ലെവൽസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഐഡന്റിഫൈ ചെയ്ത് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ലെവലാണ്, അതായത് ഈ ഒരു വാല്യൂരിന്റെ ഉള്ളിലാണ് നാളത്തെ മാർക്കറ്റിന്റെ ഓപ്പണിംഗ് എങ്കിൽ മാർക്കറ്റ് ഒരു സൈഡ് വൈസ് പോകാനുള്ള ഒരു പോസിബിലിറ്റി, അതുപോലെ തന്നെ ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ടിനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ഒരു POC എന്ന് പറയുന്നത് 23,945 ആ ഒരു ഏരിയ ആണ്. അപ്പം എപ്പോഴും മാർക്കറ്റ് ഒരുപക്ഷെ മാർക്കറ്റ് ഈ ഒരു വാല്യൂരിന്റെ മുകളിൽ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് താഴേക്കുള്ള ഒരു ഡയറക്ഷൻ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഈ ലെവൽ വെക്കാം. അതുപോലെ തന്നെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് നേരെ വാല്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എഗെയിൻ എന്താണ് ഈ ഒരു POC നമുക്ക് ടാർഗറ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഈ ലെവൽസ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ പറയുന്ന ലെവൽസും ടാർഗറ്റ് ഒക്കെ മിക്ക ദിവസങ്ങളിലും അതും അച്ചീവ് ചെയ്യാറുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.